നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെ ക്യാബിനറ്റ് മന്ത്രിമാർ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തി. സ്കോട്ടിഷ് ലേബർ നേതാവ് അനസ് സർവർ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടതോടെ ക്യാബിനറ്റ് മന്ത്രിമാർ ഒന്നടങ്കം അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തുകയായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് അംഗീകരിക്കാനാകില്ലെന്നും നിരവധി പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അനസ് സർവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെ തന്നെ ലേബർ പാർട്ടിയിലെ മുതിർന്ന മന്ത്രിമാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനിടെ പാർലമെന്റിൽ ചേർന്ന ലേബർ എംപിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജെഫ്രി എസ്പീൻ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നേരിടുന്ന പീറ്റർ മാൻഡൽസനെ അമേരിക്കയിലേക്കുള്ള ബ്രിട്ടീഷ് അംബാസിഡറായി നിയമിച്ച തീരുമാനം സ്റ്റാമറുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. എപ്സ്റ്റീൻ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നതിന് പിന്നാലെ ആദ്യമായി പ്രതികരണവുമായി ചാൾസ് രാജാവ് രംഗത്തെത്തി. സഹോദരൻ ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസന്റിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിൽ ആവശ്യമായാൽ പോലീസ് അന്വേഷണത്തിന് പിന്തുണ നൽകാൻ ബക്കിംഗ്ഹാം പാലസ് തയ്യാറാണെന്ന് രാജാവ് അറിയിച്ചു. മൗണ്ട്ബാറ്റൻ വിൻസന്റിനെതിരെ പെരുമാറ്റത്തെക്കുറിച്ച് തുടർച്ചയായ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ രാജാവിന് ഇക്കാര്യത്തിൽ ഗുരുതരമായി ആശങ്കയുണ്ടെന്ന് പാലസ് വ്യക്തമാക്കി. വിശദമായ ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ആൻഡ്രൂ തന്നെയാണെങ്കിലും തേംസ് വാലി പോലീസ് സമീപിച്ചാൽ അന്വേഷണത്തിന് പൂർണ്ണ സഹകരണം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസന്റിനെതിരെ പൊതുപദവി ദുരുപയോഗം ചെയ്തതും ഔദ്യോഗിക രഹസ്യങ്ങൾ ലംഘിച്ചതും ആരോപിച്ച ദി ആന്റി മൊനാർക്കി ഗ്രൂപ്പ് റിപ്പബ്ലിക് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹരിത ഊർജ്ജ പദ്ധതികൾക്കായി £1 ബില്യൺ വരെ ചെലവഴിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളോടും ഗ്രിഡ് നവീകരണ പദ്ധതികളോടുമുള്ള ജനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന സംശയങ്ങളെയും പ്രതിരോധങ്ങളെയും ചെറുക്കുകയാണ് ലക്ഷ്യം. സൌരോർജ്ജം, കാറ്റൂർജ്ജം, ജലവൈദ്യുതി, ബയോമാസ് എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക ഹരിത ഊർജ്ജ പദ്ധതികളിലൂടെയാണ് ഈ നിക്ഷേപം നടപ്പിലാക്കുക. ഊർജ്ജ വ്യവസ്ഥയെ കൂടുതൽ ജനാധിപത്യപരമാക്കാനും പ്രാദേശിക സമൂഹങ്ങളുടെ സമ്പത്തും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിപ്പിക്കാനും ചില മേഖലകളിൽ വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്ന് എനർജി മന്ത്രി എഡ് മിലിബാൻഡ് അറിയിച്ചു. ഈ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ധനസഹായം മേൽനോട്ടം വഹിക്കുക GB എനർജി എന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായിരിക്കും. രാജ്യത്തെ വൈദ്യുതി നിരക്ക് ഗണ്യമായി കുറയ്ക്കാനും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാനും GB എനർജി സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബ്രിട്ടീഷ് അധീന പ്രദേശമായ സെന്റ് ഹെലേന ദ്വീപിലെ ഏക വിമാനത്താവളം അഗ്നിസുരക്ഷാ കാരണങ്ങളെ തുടർന്ന് അടച്ചുപൂട്ടി. വിമാനത്താവളത്തിലെ ഫയർ എഞ്ചിനുകൾ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് ദ്വീപ് ഭരണകൂടം മേജർ ഇൻസിഡന്റ് പ്രഖ്യാപിച്ചത്. ദ്വീപിലേക്കും ദ്വീപിൽ നിന്നുമുള്ള പ്രധാന ഗതാഗത മാർഗമായ ഈ വിമാനത്താവളം അടച്ചതോടെ ഏകദേശം 4000 ആളുകൾ ഇവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഏകദേശം 1200 മൈൽ അകലെയാണ് സെന്റ് ഹെലേന സ്ഥിതി ചെയ്യുന്നത്. മെഡിക്കൽ ഇവാക്യുവേഷൻ പോലുള്ള അത്യാവശ്യമായ ആവശ്യങ്ങൾക്കായി ചെറിയ വിമാനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും യാത്രക്കാരുടെ വിമാന സർവീസുകൾ ഫെബ്രുവരി 20 വരെ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. സ്കോട്ട്ലൻഡിന്റെ തെക്കൻ ഭാഗത്ത് അബ്രൂ ഇനത്തിൽപ്പെട്ട ഗോൾഡൻ ഈഗിളിനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തെക്കുറിച്ച് അറിയുന്നവർ വിവരം നൽകണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. 4 വയസ്സ് പ്രായമുള്ള ഗോൾഡൻ ഈഗിളിനെ സ്റ്റാൻഹോപ്പ് എസ്റ്റേറ്റിൽ ട്വീറ്റ്സ്മോറിനടുത്ത് ജനുവരി 15-നാണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഹാംലെറ്റ് എന്ന് പേരിട്ട ഈ പക്ഷിക്ക് സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. ഗോൾഡൻ ഈഗിളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി 2023-ൽ ഔട്ടർ ഹെബ്രിഡ്സിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചായിരുന്നു ഹാംലെറ്റിനെ. വെറ്ററിനറി ഡോക്ടർ നടത്തിയ പരിശോധനയിൽ പക്ഷിയുടെ ചിറകിൽ ഷോട്ട് ഗൺ പെല്ലിറ്റേറ്റ പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ചികിത്സ നൽകിയ ശേഷം ഹാംലെറ്റിനെ വീണ്ടും വനത്തിലേക്ക് വിട്ടതായി അധികൃതർ അറിയിച്ചു. ശിവരാത്രി പൂജകൾക്കൊരുങ്ങി കെന്റ് അയ്യപ്പ ക്ഷേത്രം. ഫെബ്രുവരി 15 വൈകുന്നേരം 8 മുതൽ വിശേഷ ശിവപൂജ, ദീപാരാധന, രുദ്രാഭിഷേകം, യാമപൂജ, ധാര, സഹസ്രനാമ അർച്ചന, ഭജൻസ് എന്നിവ നടക്കും. 16 പുലർച്ചെ 4 മുതൽ 5 വരെ യാമപൂജയും ഭസ്മാഭിഷേകവും നടക്കും. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി അഭിജിത്ത് തിരുമേനിയും താഴൂർമന ഹരിനാരായണൻ നമ്പൂതിരിയും നേതൃത്വം നൽകും. വെള്ളിയോട്ടിയിലും അദിത് വാസുദേവ് സഹകാർമ്മികത്വം വഹിക്കും. ഗ്ലോസ്റ്ററിലെ സെന്റ് മേരീസ് സീറോ മലബാർ കാത്തലിക് മിഷന്റെ പാരിഷ് ഡേ നടന്നു. ചർച്ച് ഡൌൺ കമ്മ്യൂണിറ്റി സെന്ററിൽ രാവിലെ കുർബാനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്.
തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഫാദർ ജെയിൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജിബിൻ വാമറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. പാരിഷ് കൌൺസിലിന്റെ സെക്രട്ടറി ലൌലി മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനകളുടെ പ്രതിനിധികൾ ആശംസ അറിയിച്ചു. തുടർന്ന് GCSE A-level പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് സമ്മാന വിതരണവും നടന്നു. വിവിധ കലാപരിപാടികളുമുണ്ടായി. ഗ്ലോസ്റ്ററിലെ സീറോ മലബാർ സമൂഹത്തിൽപ്പെട്ട 500ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാമിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്. അടുത്ത ചൊവ്വാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ് ED ലക്ഷ്യം. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ കട്ടിളപ്പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അതിന്റെ മറവിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെ SIT ജയറാമിന്റെ മൊഴിയെടുത്തിരുന്നു. കരസേന മുൻ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകത്തിന്റെ പതിപ്പ് രാഹുലിന് ആര് നൽകി എന്നതിൽ വിവാദം മുറുകുന്നു. പുസ്തകത്തിന്റെ പതിപ്പ് ചോർന്നതിൽ ദില്ലി പോലീസ് ഗൂഢാലോചന സംശയിച്ചിരുന്നു. പുസ്തകത്തിന്റെ ഹാർഡ് കോപ്പി രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചതും അന്വേഷിക്കും. പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടില്ലെന്ന് പെൻഗ്വിൻ ബുക്സ് വ്യക്തമാക്കി. പകർപ്പവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ നടപടി വേണം. ഇപ്പോൾ പ്രചരിപ്പിച്ചതിന് എതിരെ നടപടി സ്വീകരിക്കും. രാഹുൽ ഗാന്ധി പുസ്തകവുമായി ലോക്സഭയിൽ എത്തിയിരുന്നു. സംഘർഷത്തിന് പിന്നാലെ മണിപ്പൂരിൽ കനത്ത ജാഗ്രത. ഉഖ്രൂലിലെ സംഘർഷം നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടിയാൽ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. മണിക്കൂറുകൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ ഉഖ്രൂൽ ശാന്തമായി വരികയാണ്. പുതിയ അക്രമ സംഭവങ്ങളൊന്നും നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 2 ദിവസവും ഇവിടെ കുക്കികളും നാഗകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.